Dear students, in this video we will be discussing the holography, the concept of holography and how to construct a hologram, how to reconstruct the image from a hologram and what are its applications. Holography പറയുന്നതിന് മുന്നേ ആയിട്ട് what is photography എന്ന് നോക്കാം. നമ്മൾ സാധാരണ ഫോട്ടോഗ്രാഫ് എടുക്കുന്ന സമയത്ത് ഇറ്റ്സ് എ ടു ഡയമെൻഷണൽ റെക്കോർഡിംഗ് ഓഫ് എ 3D ഒബ്ജക്ട്സ് അല്ലേ. നമ്മൾ 3D ഒബ്ജക്റ്റിൻ്റെ ഒരു 2 ഡയമെൻഷണൽ പ്ലെയിനിലേക്കുള്ള റെക്കോർഡിംഗ് ആണ് സാധാരണ ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത്. ഫോട്ടോഗ്രാഫിക് പ്ലേറ്റിൽ വി റെക്കോർഡ് ഓൺലി ഇൻറ്റൻസിറ്റി, അതായത് ഡിഫറെൻറ്റ് പോയിൻറ്റ്സ് എന്ന് ഒബ്ജക്റ്റിൻ്റെ ഡിഫറെൻറ്റ് പോയിൻറ്റ്സിൽ നിന്ന് വരുന്ന ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി മാത്രമാണ് റെക്കോർഡ് ചെയ്യുന്നത് അല്ലേ. അപ്പം അങ്ങനെ ചെയ്യുന്ന സമയത്ത് ദ 3 ഡയമെൻഷണൽ ക്വാളിറ്റി ഓഫ് ദ ഇമേജ് ഈസ് ലോസ്റ്റ്. അതായത് നമ്മളൊരു 2 ഡയമെൻഷണൽ പ്രൊജക്ഷൻ മാത്രമാണ് ഫോട്ടോഗ്രാഫിയിൽ നമുക്ക് കിട്ടുന്നത്. യൂസസ് ലെൻസ് ടു ഫോക്കസ് ദ ഇമേജ് ഓൺ ദ ഫോട്ടോഗ്രാഫി. നമ്മൾ ലെൻസ് ഉപയോഗിച്ചിട്ട് ആണ് ഒരു 3D ഒബ്ജക്റ്റിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി ഒരു ഫോട്ടോഗ്രാഫിക് പ്ലേറ്റിലേക്ക് അല്ലെങ്കിൽ ഒരു ഫിലിമിലേക്ക് നമ്മളത് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ 3D നേച്ചർ ഓഫ് ദ ഒബ്ജക്റ്റ് നഷ്ടപ്പെടുന്നുണ്ട്. നമുക്ക് അൾട്ടിമേറ്റ്ലി കിട്ടുന്ന ഒരു 2 ഡയമെൻഷണൽ ഇമേജാണ് കിട്ടുന്നത്. ഓക്കെ, പക്ഷേ ഹോളോഗ്രാഫി എന്ന് പറയുന്നത് ഇറ്റ്സ് എ 3 ഡയമെൻഷണൽ റെക്കോർഡിംഗ് ഓഫ് എ 3D ഇമേജ്. അതായത് ഒരു 3 ഡയമെൻഷണൽ ഒബ്ജക്റ്റിനെ അതുപോലെ 3D ഇമേജ് പോലെ തന്നെ റെക്കോർഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് ഹോളോഗ്രാഫി എന്ന് പറയുന്നത്. ഇവിടെ ശരിക്കും ഇമേജ് അല്ല റെക്കോർഡ് ചെയ്യപ്പെടുന്നത്, അതിന് പകരം ഇതിൻ്റെ ഒരു പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഇൻ്റർഫറൻസ് ആണ്. ഓക്കെ, അപ്പം ഒബ്ജക്റ്റ് വേവ് ആണ് റെക്കോർഡ് ചെയ്യുന്നത്, അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് ആസ് വെൽ ആസ് ഫേസ് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇമേജ് ഓഫ് ദ ഒബ്ജക്റ്റ് ഈസ് നോട്ട് റെക്കോർഡഡ് ബട്ട് ദ ലൈറ്റ് വേവ്സ് റിഫ്ലക്റ്റഡ് ഫ്രം ദ ഒബ്ജക്റ്റ് ആർ റെക്കോർഡഡ്. അതിൽ നിന്ന് ഒബ്ജക്റ്റിൽ നിന്ന് വരുന്ന വേവ്സ് ആണ്, അതായത് അതിൻ്റെ ഇൻ്റർഫറൻസ് പാറ്റേൺ ആണ് റെക്കോർഡ് ചെയ്യുന്നത്. ഓക്കെ, ഹോളോഗ്രാഫി ഈസ് എ ടെക്നിക് ക്യാപ്ചറിംഗ് ദ പിക്ചോറിയൽ ഡീറ്റെയിൽസ് ഓഫ് എ 3D ഇമേജ് ഓൺ എ 2 ഡയമെൻഷണൽ റെക്കോർഡിംഗ് എയ്ഡ് യൂസിങ് എ ഫിനോമിനൻ ഓഫ് ഇൻ്റർഫറൻസ്. ഇത് റെക്കോർഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന പ്ലേറ്റ്, ഫോട്ടോഗ്രാഫിക് പ്ലേറ്റ് എന്ന് പറയുന്നത് 2D ഇമേജ് ആണെങ്കിൽ പോലും നമുക്കതിലൊരു 3D ഇൻഫർമേഷൻസ് അവൈലബിൾ ആണ്. ഓക്കെ, ബേസിക്കലി നമ്മൾ ഒബ്ജക്റ്റിൽ നിന്നും വരുന്ന ഒരു തരത്തിലുള്ള ഇൻ്റർഫറൻസ് പാറ്റേൺ ആണ് റെക്കോർഡ് ചെയ്യുന്നത്. ഓക്കെ, ഈ ടെക്നിക്ക് ഡെവലപ്പ് ചെയ്തത് ഡെന്നിസ് ഗാബർ എന്നുള്ളൊരു സയൻറ്റിസ്റ്റാണ്. ഇതൊരു പ്രാവശ്യം ക്വസ്റ്റ്യൻ ചോദിച്ചാണ്, 2018 ചോദിച്ചാണ് ഹോളോഗ്രാഫി കണ്ടുപിടിച്ച ആരാണെന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഡെന്നിസ് ഗാബർ ആണ് അതിൻ്റെ ആൻസർ. അതിന് അയാൾക്ക് നോബൽ പ്രൈസ് കിട്ടി ഇൻ 1971. ഓക്കെ, നമുക്ക് എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം എന്ന് ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം, ഫോട്ടോഗ്രാഫിയും അതുപോലെ തന്നെ ഹോളോഗ്രാഫിയും. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് അതായത് ഇൻ ആൻ ഓർഡിനറി ഫോട്ടോഗ്രാഫ് ഈച്ച് റീജിയൻ കണ്ടെയ്ൻസ് സെപ്പറേറ്റ് ആൻഡ് ഇൻഡിവിജ്വൽ പാർട്ട് ഓഫ് ദ ഒറിജിനൽ ഒബ്ജക്റ്റ്. ഒരു ഫോട്ടോഗ്രാഫിൻ്റെ ഓരോ പോർഷൻസിലും നമ്മുടെ ആക്ച്വൽ ഇമേജിൻ്റെ ഓരോ പോർഷനിലുള്ള ഇൻഫർമേഷൻസ് ആണ് അടങ്ങിയിരിക്കുന്നത്. ഡിസ്ട്രക്ഷൻ ഓഫ് എ പോർഷൻ ഓഫ് ദ ഇമേജ് ലീഡ്സ് ടു ഇർറിപ്പയറബിൾ ലോസ് ഓഫ് ദ ഇൻഫർമേഷൻ ഓഫ് ദ ഡിസ്ട്രോയിഡ് പാർട്ട്. അപ്പോൾ ഫോട്ടോഗ്രാഫിൻ്റെ ഒരു പോർഷൻ നഷ്ടപ്പെട്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് അത് റീകൺസ്ട്രക്ട് ചെയ്യാൻ നമുക്ക് സാധ്യമല്ല. കാര്യം ഒബ്ജക്റ്റിൻ്റെ ഓരോ സൈഡിലുള്ള ഇൻഫർമേഷൻസും ഒരു ഫോട്ടോഗ്രാഫിക് പ്ലേറ്റിൻ്റെ ഓരോരോ സ്ഥലത്താണ് റെക്കോർഡ് ചെയ്യപ്പെടുന്നത്. എന്നാൽ ഹോളോഗ്രാഫി എന്ന് പറഞ്ഞാൽ ഈച്ച് പാർട്ട് കണ്ടെയ്ൻ ഇൻഫർമേഷൻ അബൌട്ട് ദ എൻറ്റയർ ഒബ്ജക്റ്റ്. ഹോളോഗ്രാമിൻ്റെ ഓരോ പാർട്ടിലും ഒബ്ജക്റ്റിൻ്റെ എല്ലാ പാർട്ടിലുള്ള ഇൻഫർമേഷൻസ് ഉണ്ട്. ഓക്കെ, ഈച്ച് പാർട്ട് കണ്ടെയ്ൻസ് ഇൻഫർമേഷൻ അബൌട്ട് ദ എൻറ്റയർ ഒബ്ജക്റ്റ്. അപ്പോൾ ഹോളോഗ്രാമിൻ്റെ ഏതെങ്കിലും ഒരു പോർഷൻ നഷ്ടപ്പെട്ടു കഴിഞ്ഞാലും എൻറ്റയർ ഇമേജ് റീകൺസ്ട്രക്ട് ചെയ്യാൻ സാധ്യമാണ്. ഓക്കെ, സോ ഈവൻ എ സ്മോൾ പാർട്ട് ഓഫ് ദ ഹോളോഗ്രാം from even a small part of the hologram, the entire image can be reconstructed. അതുകൊണ്ട് തന്നെ ഡാറ്റ സ്റ്റോറേജിന് പറ്റിയ ഒരു സാധനമാണ് ഹോളോഗ്രാം. കാരണം കാലക്രമേണ നമുക്ക് ഹോളോഗ്രാമിൻ്റെ ഏതെങ്കിലും പാർട്ട് നഷ്ടപ്പെട്ടാലും അതിൽ അടങ്ങിയിരിക്കുന്ന ഡാറ്റ നഷ്ടപ്പെട്ടു പോകില്ല. പക്ഷേ ഫോട്ടോഗ്രാഫിൽ ഏതെങ്കിലും ഒരു പാർട്ട് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നീട് അത് റീകൺസ്ട്രക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, ഇനി അടുത്തത്
ഫോട്ടോഗ്രാഫിൽ ഇറ്റ് ഈസ് നോട്ട് യൂസ്ഫുൾ ടു റെക്കോർഡ് സെവറൽ ഇമേജസ് ഓൺ എ സിംഗിൾ ഫോട്ടോഗ്രാഫിക് ഫിലിം. ഒറ്റ ഫോട്ടോഗ്രാഫ് മാത്രമേ റെക്കോർഡ് ചെയ്യാൻ കഴിയുള്ളൂ. പക്ഷേ ഹോളോഗ്രാമിൽ സെവറൽ ഇമേജസ് ക്യാൻ ബി റെക്കോർഡഡ്. ഓക്കെ, ഇൻഫർമേഷൻ ഹോൾഡിംഗ് കപ്പാസിറ്റി ഈസ് എക്സ്ട്രീംലി ഹൈ ആണ് ഹോളോഗ്രാഫിയിൽ. ഓക്കെ, പിന്നെ ഇത് മോണോക്രോമാറ്റിക് ലൈറ്റിൻ്റെ ആവശ്യമില്ല. ഫോട്ടോഗ്രാഫി ചെയ്യാൻ മോണോക്രോമാറ്റിക് ലൈറ്റിൻ്റെ ആവശ്യമില്ല. പക്ഷേ ഹോളോഗ്രാഫി ചെയ്യുകയാണെങ്കിൽ മോണോക്രോമാറ്റിക് ആൻഡ് കൊഹറൻറ്റ് ലൈറ്റ് ഈസ് നെസസറി. മോണോക്രോമാറ്റിക് ആയിരിക്കണം, സോഴ്സ് എന്ന് പറയുന്നത് മോണോക്രോമാറ്റിക് ആയിരിക്കണം, കൊഹറൻറ്റ് ലൈറ്റ് ആയിരിക്കണം. കൊഹറൻറ്റ് ലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ രണ്ട് വേവ് ഫ്രണ്ട് തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് എപ്പോഴും കോൺസ്റ്റൻറ്റോ അല്ലെങ്കിൽ 0 ആയിരിക്കണം. ഓക്കെ, അതുപോലെ തന്നെ മോണോക്രോമാറ്റിക് എന്ന് പറഞ്ഞാൽ സിംഗിൾ വേവ് ലെങ്ത് ആയിരിക്കണം ഉണ്ടായിരിക്കണം. ഓക്കെ, ഇമേജ് ക്രിയേറ്റഡ് ഇൻ ആൻ ഓർഡിനറി fashion so that each point in the object is related to a point in the image. അതുപോലെ തന്നെ ഓരോ പോയിന്റും ഇമേജിൽ ഫോട്ടോഗ്രാഫിലുള്ള ഓരോ പോയിന്റ് ഇമേജിലുള്ള ഓരോ പോയിന്റിന് കണക്റ്റഡ് ആയിരിക്കും. Each point in the object is not related to the image, but the light from every point in the object goes to entire hologram. നമ്മൾ ആദ്യം പറഞ്ഞ പോയിന്റ് തന്നെയാണ് ശരിക്കും. അതായത് ഹോളോഗ്രാമിലുള്ള ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റിൻ്റെ എല്ലാ പാർട്ടിൽ നിന്നുള്ള ഇൻഫോർമേഷൻസ് അടങ്ങിയിട്ടുണ്ട്. ഓക്കെ, ഇത് രണ്ടുമാണ് ഫോട്ടോഗ്രാഫിയും ഹോളോഗ്രാഫിയും തമ്മിലുള്ള വ്യത്യാസം. ഈ ഒരു ക്വസ്റ്റ്യനും എക്സാമിന് ചോദിച്ചിട്ടാണ്. ഐ തിങ്ക് 2018 തോന്നുന്നു. ഫോട്ടോഗ്രാഫിയും ഹോളോഗ്രാഫിയും തമ്മിലുള്ള അടിസ്ഥാനപരമായിട്ടുള്ള വ്യത്യാസങ്ങൾ, ഒരു 3 വ്യത്യാസങ്ങൾ പഠിച്ചു വയ്ക്കാം. ഓക്കെ, നൗ വി മൂവ് ഓൺ ടു ഹൗ ടു റെക്കോർഡ് എ ഹോളോഗ്രാം. ഹോളോഗ്രാം എങ്ങനെ നിർമ്മിക്കാം, ഒരു വസ്തുവിൻ്റെ ഹോളോഗ്രാം എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഓക്കെ, ബേസിക്കലി ഹോളോഗ്രാഫിയുടെ പ്രിൻസിപ്പിൾ എന്താണെന്ന് വെച്ചാൽ ഇൻ്റർഫറൻസ് ആണ്. സോ ഇൻ്റർഫറൻസ് നടക്കണമെന്നുണ്ട്. ഇൻ്റർഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, രണ്ടോ അതിലധികമോ വേവ്സ് തമ്മിൽ സൂപ്പർ ഇമ്പോസ് ചെയ്ത് കിട്ടുന്ന പാറ്റേണിന് പറയുന്ന പേരാണ് ഇൻ്റർഫറൻസ് പാറ്റേൺ. ആ പ്രോസസ്സിന് പറയുന്ന പേരാണ് ഇൻ്റർഫറൻസ്. ഓക്കെ, അപ്പോൾ ഇൻ്റർഫറൻസ് നടക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് സാധാരണയായൊരു ഹൈലി കൊഹറൻ്റ് ആയിട്ടുള്ള ഒരു സോഴ്സ് വേണം. ഓക്കെ, ഒരു സോഴ്സല്ല, 2 സോഴ്സസ് വേണം, 2 വേവ്സ് വേണം, രണ്ടോ അതിലധികമോ വേവ്സ്, കൊഹറൻ്റ് ആയിട്ടുള്ള വേവ്സ് വേണം. ഓക്കെ, so a broad laser is directed in which a part of the beam is incident on a mirror and rest part directly falls on the object. അപ്പോൾ നമുക്കൊരു സോഴ്സ് എടുത്തു, ഒരു ലേസർ, ബേസിക്കലി കൊഹറൻറ്റ് സോഴ്സ് ആണ് വേണ്ടത് എന്നുള്ളത് കൊണ്ട് വിൽ ടേക്ക് എ ലേസർ. ഓക്കെ, ആ ലേസറിൻ്റെ ഒരു ഭാഗം ഒബ്ജക്റ്റിലേക്ക് വന്നു വീഴുന്നു, മറ്റൊരു ഭാഗം ഒരു മിററിലേക്ക് വന്നു വീഴുന്നു. ഓക്കെ, a photographic plate is placed in such a position that it receives the light reflected from both mirror and object. അപ്പം ഇനി ഇപ്പോൾ അതായത് ഒരൊറ്റ സോഴ്സിൽ നിന്ന് നമ്മൾ രണ്ട് കോഹറൻറ്റ് സോഴ്സസ് ക്രിയേറ്റ് ചെയ്തു. ഒരു സോഴ്സ് എന്ന് പറയുന്നത് ലേസർ മിററിലേക്ക് സെൻഡ് ചെയ്തു, അതിൻ്റെ ഒരു പോർഷൻ ഒബ്ജക്റ്റിലേക്ക് സെൻഡ് ചെയ്തു. ഓക്കെ, ഒബ്ജക്റ്റിൽ നിന്ന് തട്ടിയിട്ട് റിഫ്ലക്റ്റ് ചെയ്ത് വരുന്ന ലൈറ്റും മിററിൽ നിന്ന് റിഫ്ലക്റ്റ് ചെയ്ത് വരുന്ന ലൈറ്റും ഒരു ഫോട്ടോഗ്രാഫിക് പ്ലേറ്റിൽ വരുന്ന രീതിയിൽ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നു. ഓക്കെ, ദ പ്ലെയിൻ വേവ് ഫ്രണ്ട് റിഫ്ലക്റ്റഡ് ഫ്രം ദ മിറർ, അതായത് നമ്മൾ സെൻഡ് ചെയ്യുന്നത്, നമ്മൾ സാധാരണ എടുക്കുന്ന ലേസർ ലൈറ്റ് എടുക്കുന്നത് പ്ലെയിൻ വേവ് ഫ്രണ്ടാണ്. ഓക്കെ, ഈ വേവ് ഫ്രണ്ടിൽ, അതുകൊണ്ടാണ് ഇതിന് പ്ലെയിൻ വേവ് ഫ്രണ്ട് എന്ന് പറയുന്നത്. പ്ലെയിൻ വേവ് ഫ്രണ്ട് റിഫ്ലക്റ്റഡ് ഫ്രം ദ മിറർ ഓൺ എ ഫോട്ടോഗ്രാഫിക് പ്ലേറ്റ് ഈസ് കോൾഡ് റെഫറൻസ് ബീം. ഇപ്പോൾ മിററിൽ നിന്ന് റിഫ്ലക്റ്റ് ചെയ്ത് വരുന്ന പോർഷന് പറയുന്ന പേരാണ് റെഫറൻസ് ബീം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഒബ്ജക്റ്റിലേക്ക്, ഇപ്പം ഇതിവിടെ അതിൻ്റെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. സോ നമ്മൾ എടുക്കുന്ന സോഴ്സ് ഇതാണ്, ലേസർ സോഴ്സ്. അതൊരു ബീം സ്പ്ലിറ്റർ വെച്ചു. ബീം സ്പ്ലിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പകുതി ഭാഗം ട്രാൻസ്മിറ്റ് ചെയ്യും, പകുതി ഭാഗം റിഫ്ലക്റ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ ഒരു പാർഷ്യലി സിൽവേർഡ് ആയിട്ടുള്ള മിററാണ്. ഓക്കെ, 50% റിഫ്ലക്റ്റ് ചെയ്യും. അപ്പോൾ ഇതാണ് നമ്മുടെ റെഫറൻസ് ബീം എന്ന് പറയുന്നത്. അപ്പോൾ ലേസറിൻ്റെ ഒരു ഭാഗം റിഫ്ലക്റ്റ് ചെയ്തു, റെഫറൻസ് ബീമായി. ഇതൊരു പ്ലെയിൻ വേവ് ഫ്രണ്ടാണ്. ഓക്കെ, ഇതിന് പറയുന്ന പേരാണ് റെഫറൻസ് ബീം. മറ്റൊരു ഭാഗം ട്രാൻസ്മിറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇത് ഒരേ സോഴ്സിൽ നിന്നാണ് ഈ 2 ബീമും ക്രിയേറ്റ് ചെയ്യുന്നതുകൊണ്ട് ദേ ആർ കൊഹറൻറ്റ് സോഴ്സസ്. ഓക്കെ, അപ്പോൾ ഇവിടെ വന്നു
ഇതൊരു ഒബ്ജക്റ്റാണ്. ഇതാണ് നമ്മുടെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഈ ഒബ്ജക്റ്റിൻ്റെ ഹോളോഗ്രാമാണ് നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ ഒബ്ജക്റ്റിൽ തട്ടിയിട്ട് ലേസർ വന്ന് തട്ടി അതിൻ്റെ പല പോർഷനിൽ നിന്ന് ലൈറ്റ് സ്കാറ്റർ ചെയ്യും. സ്കാറ്റർ ചെയ്യാന്ന് പറഞ്ഞാൽ വന്ന് പതിച്ച് അത് ഒബ്ജക്റ്റിൽ തട്ടി റിഫ്ലക്റ്റ് ചെയ്യും, പല ഡയറക്ഷനിലൊക്കെ ആയിട്ട് റിഫ്ലക്റ്റ് ചെയ്യും. വിൽ ഗെറ്റ് സ്ഫെറിക്കൽ വേവ് ഫ്രണ്ട്. ഇപ്പോൾ സ്കാറ്റർ ചെയ്യുന്ന സമയത്ത് ഓരോ പോയിന്റിൽ നിന്നും വരുന്ന പല ഡയറക്ഷനിൽ വരുന്ന ലൈറ്റ് സ്ഫെറിക്കൽ വേവ് ഫ്രണ്ടാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് റെഫറൻസ് ബീം പ്ലെയിൻ വേവ് ഫ്രണ്ടും ഇവിടെ നിന്ന് വരുന്നത് ഈ ഒബ്ജക്റ്റിൻ്റെ ഓരോ പോയിന്റിലും തട്ടിയിട്ട് വരുന്നത് സ്ഫെറിക്കൽ വേവ് ഫ്രണ്ട് ആയിരിക്കും. ഓക്കെ, so the light refracted from the object is concerned in such a way that at every point on the object scatters the incident light all around. Okay, due to such scattering, spherical wavefront proceed from each point on the object on a photographic plate. This part is called the object beam. ഇവിടുന്ന് സ്കാറ്റർ ചെയ്യുന്ന ഈ സ്ഫെറിക്കൽ വേവ് ഫ്രണ്ടിനെ പറയുന്ന പേരാണ് ഒബ്ജക്റ്റ് ബീം എന്ന് പറയും. ഓക്കെ, സോ വി ഹാവ് എ റെഫറൻസ് ബീം ആൻഡ് എൻ ഒബ്ജക്റ്റ് ബീം. ഓക്കെ, നൗ the photosensitive surface respond to the resultant effect of the interference between spherical wavefront of the object beam and plane wavefront of the reference beam. അപ്പോൾ ഈ രണ്ട് ബീം ഇൻ്റർഫെയർ ചെയ്തിട്ട് ഇൻ്റർഫറൻസ് പാറ്റേൺ ഈ ഫോട്ടോഗ്രാഫിക് പ്ലേറ്റിൽ പതിയും. അപ്പം ഇൻ്റർഫറൻസ് പാറ്റേൺ എന്ന് പറഞ്ഞാൽ so this interference patterns will be recorded in a photographic plate. The interference pattern that consists of a concentric circular rings are called Gabor സോൺ പ്ലേറ്റ്. ഗാബോർ എന്നുള്ളത് ഈ ഇത് കണ്ടുപിടിച്ച സയൻറ്റിസ്റ്റിൻ്റെ പേരാണ് ഡെന്നിസ് ഗാബോർ. അപ്പോൾ ഇവിടെ വരുന്ന ഈ ഇൻ്റർഫറൻസ് പാറ്റേൺ പറയുന്ന പേരാണ്. ഇൻ്റർഫറൻസ് പാറ്റേൺ ഉണ്ടാകുന്നത് കോൺസെൻട്രിക് സർക്കുലർ റിങ്സ് ആയിട്ട് ഉണ്ടാകുന്നത്. അതിന് ഗാബോർ സോൺ പ്ലേറ്റ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഈ ഇൻ്റർഫറൻസ് പാറ്റേൺ ഒബ്ജക്റ്റിൻ്റെ ഇൻ്റർഫറൻസ് പാറ്റേൺ ഒബ്ജക്റ്റ് ബീമും റെഫറൻസ് ബീമും കൂടി ഇൻ്റർഫറൻസ് ഫിനോമിന നടന്നിട്ടുണ്ടാവുന്ന പാറ്റേൺ ഇവിടെ ഫോട്ടോഗ്രാഫിക് പ്ലേറ്റിൽ റെക്കോർഡ് ചെയ്യും. സോ വിൽ ഗെറ്റ് എ ഗാബോർ സോൺ പ്ലേറ്റ്. Every set of spherical wavelets that starts from each point on the object generate its own sound plate with their centers slightly displaced from one another. ഇവിടെ കംപ്ലീറ്റ്ലി കോൺസെൻട്രിക് സർക്കുലർ റിങ്സ് അല്ല കിട്ടുന്നത്. അതായത് ഈ ഫോട്ടോഗ്രാഫിക് പ്ലേറ്റിൻ്റെ പല സൈഡിലും കോൺസെൻട്രിക് സർക്കുലർ റിങ്സ് ഉള്ള പാറ്റേൺ ഉണ്ടായിരിക്കും. ഇപ്പം എൻറ്റയർലി സർക്കുലർ റിങ്സ് അല്ല വരുന്നത്, പല സൈഡിൽ അതിൻ്റെ സെൻറ്റർ ഡിസ്പ്ലേസ് ചെയ്തിട്ട് പല പാർട്ടുകളിലായിട്ട് പല കോൺസെൻട്രിക് സർക്കുലർ. അപ്പോൾ ഇത് ഒബ്ജക്റ്റിൻ്റെ ഷേപ്പിനനുസരിച്ച് പല സൈഡിലായിട്ട് റിങ്സ് ആയിട്ടുള്ള പാറ്റേൺസ് ഉണ്ടായിരിക്കും. ചെറിയ പാറ്റേൺസ് ഫോം ചെയ്യും. ഓക്കെ, ദിസ് ഫീലിംഗ് ഈസ് കോൾഡ് എ ഹോളോഗ്രാം. അപ്പോൾ ഇങ്ങനെ ഫോം ചെയ്ത് ഫോട്ടോഗ്രാഫിക് പ്ലേറ്റിൽ ഫോം ചെയ്ത ഇൻ്റർഫറൻസ് പാറ്റേൺ പറയുന്ന പേരാണ് ഹോളോഗ്രാം എന്ന് പറയുന്നത്. സോ ഇൻ ദിസ് വേ യു ക്യാൻ കൺസ്ട്രക്ട് എ ഹോളോഗ്രാം ഓഫ് an object. അപ്പം ഹൗ ടു റെക്കോർഡ് എ ഹോളോഗ്രാം എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഫിഗർ വരയ്ക്കാൻ പഠിച്ചിരിക്കണം. ഇത് വളരെ ഈസി ആയിട്ട് വരയ്ക്കുന്ന ഫിഗറാണ്. You have a laser beam splitter, and the laser beam, one part of the laser beam is going to the photographic plate as reference beam, other part is transmitted. Transmitted laser beam is incident on an object and it suffers a scattering, and due to scattering it will produce a spherical wavefront, and this spherical wavefront is called object beam. And later on object beam and reference beam will be interfering each other to form an interference pattern, and this interference pattern is recorded on a photographic plate and it's called as hologram. ഇത്രയും കാര്യങ്ങൾ എഴുതി വയ്ക്കുക. ഇതിന് ഗാബോർ സോൺ പ്ലേറ്റ് ഫോം ചെയ്യുന്ന കാര്യം എഴുതി വയ്ക്കുക. ഓക്കെ, ഈ ഒരു ഷോർട്ട് ക്വസ്റ്റ്യൻ ഡെഫിനറ്റായിട്ട് ചോദിക്കുന്നു. ബിക്കോസ് ഹോളോഗ്രാഫി എന്ന് പറയുന്നത് സെപ്പറേറ്റ് മൊഡ്യൂളാണ്. അപ്പോൾ ഓരോ മൊഡ്യൂളിൽ നിന്നും ഇത്ര ക്വസ്റ്റ്യൻസ് ചോദിക്കണം എന്നൊരു റെസ്ട്രിക്ഷൻ ഉള്ളതുകൊണ്ട് എന്തായാലും ഈ ഒരു ഷോർട്ട് ക്വസ്റ്റ്യൻ ഉണ്ടാവുന്നതാണ്. ഓക്കെ, ഒന്നുകിൽ ഹൗ ടു റെക്കോർഡ് എ ഹോളോഗ്രാം അല്ലെങ്കിൽ ഹൗ ടു റീകൺസ്ട്രക്ട് എ ഹോളോഗ്രാം, അതാണ് അടുത്ത പാർട്ട്. സോ ഹൗ ടു റീകൺസ്ട്രക്ട് ദ ഹോളോഗ്രാം, അതായത് ഇപ്പോൾ നമ്മൾ ചെയ്തത് ഒരു ഒബ്ജക്റ്റിൻ്റെ ഒരു ഹോളോഗ്രാം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് പഠിച്ചു കഴിഞ്ഞു. ഹോളോഗ്രാം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹോളോഗ്രാം ഇറ്റ്സെൽഫ് നമ്മളൊരു ഫോട്ടോഗ്രാഫിക് പ്ലേറ്റിൽ റെക്കോർഡ് ചെയ്ത ഹോളോഗ്രാം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ
നമുക്ക് ആ ഒബ്ജക്റ്റ് എന്താണെന്ന് പറയാൻ പറ്റില്ല. ഇറ്റ്സ് എ പാറ്റേൺ അല്ലേ. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പാച്ചസ് ആയിട്ട് കോൺസെൻട്രിക് റിങ്സ് പോലെയുള്ള പാറ്റേൺ ഉള്ള ഒരു ഫിലിമാണ് നമുക്ക് കിട്ടുന്നത്. അത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാവില്ല. സോ ദർ ഇസ് എ മെത്തേഡ് ടു റീകൺസ്ട്രക്ട് ദ ഒബ്ജക്റ്റ്. ഓക്കെ, അതെന്താണെന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, റീഡിങ് എ ഹോളോഗ്രാം. നമ്മൾ ഇവിടെ റീഡിങ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇറ്റ്സ് എ റീകൺസ്ട്രക്ഷൻ ഓഫ് or the extraction of 3D information about an object from the hologram constructed. നമ്മൾ കൺസ്ട്രക്ട് ചെയ്ത ഹോളോഗ്രാമിൽ നിന്ന് ഒബ്ജക്റ്റിൻ്റെ 3D ഇമേജ് എന്താണെന്ന് എക്സ്ട്രാക്ട് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇവിടെയും നമ്മൾ നേരത്തെ യൂസ് ചെയ്ത പോലെ ഒരു റെഫറൻസ് ബീം യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ കൺസ്ട്രക്ട് ചെയ്ത ഹോളോഗ്രാം ഇവിടെ വെക്കും. ഓക്കെ, സോ ദിസ് ആക്ട്സ് ലൈക്ക്, ഇത് ഹോളോഗ്രാമിൽ എന്താണുള്ളത്? ഹോളോഗ്രാം കണ്ടെയ്ൻസ് എ ഗാബോർ സോൺ പ്ലേറ്റ് അല്ലേ. ഗാബോർ സോൺ പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് കണ്ടെയ്ൻസ് ആൻ ഇൻറ്റർഫറൻസ് പാറ്റേൺ. കുറച്ച് ഡാർക്ക് ആയിട്ടുള്ള സർക്കിൾസ്, കുറച്ച് വൈറ്റ് സ്പോട്ട്, അങ്ങനെ ഒരു ഇൻറ്റർഫറൻസ് പാറ്റേൺ ആണ് ഈ ഇതിലുള്ളത്. സോ ഇറ്റ് ആക്ട്സ് ലൈക്ക് എ ഗ്രേറ്റിംഗ്. നമുക്കറിയാം ഗ്രേറ്റിംഗിൽ എന്താണുള്ളത്? നമ്മൾ പഠിച്ചിട്ടുള്ള ഗ്രേറ്റിംഗ്സിൽ വെർട്ടിക്കലായിട്ടുള്ള കുറേ സ്ലെറ്റുകളുള്ള അറേഞ്ച്മെൻ്റ് ആണ്. പക്ഷെ ഇവിടെ പല പാറ്റേൺസ് കൊണ്ട് ഫോം ചെയ്ത ഒരു ഗ്രേറ്റിംഗ് ആണ്. ഓക്കെ, നൗ ദിസ് ഈസ് ഇലുമിനേറ്റഡ് ബൈ എ ലേസർ. ആ ലേസർ, അതായത് ഇവിടെ നമ്മളൊരു ലേസർ കൊടുക്കും. അത് ഈ ലേസറിൻ്റെ പൊസിഷൻ അല്ലെങ്കിൽ കൊടുക്കുന്ന ഡയറക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യാൻ, ഇത് ഹോളോഗ്രാം കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ച അതേ ഡയറക്ഷൻ, അതേ പൊസിഷനിലാണ് ഈ ലേസർ കൊടുക്കുന്നത്. ഓക്കെ, ലേസർ വെച്ചിട്ട് ഇത് ഡിഫ്രാക്ഷൻ ഗ്രേറ്റിംഗ് ഇലുമിനേറ്റ് ചെയ്യും. ഇലുമിനേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ സൈഡിൽ നമുക്ക് എന്തുണ്ടാവും? ഒരു ഡിഫ്രാക്ഷൻ, ഈ ഇതിലൂടെ ഗ്രേറ്റിങ്ങിലൂടെ കടന്നു പോകുന്ന സമയത്ത് ഈ ലേസർ ലൈറ്റിന് ഡിഫ്രാക്ഷൻ നടക്കും. ഡിഫ്രാക്ഷൻ നടന്നിട്ട് ഈ സൈഡിലൊരു ഇമേജ് ഫോം ചെയ്യും. അപ്പം നമ്മൾ ഈ ട്രാൻസ്മിഷൻ സൈഡ്, ഈ സൈഡിൽ നിന്ന് നോക്കുകയാണെങ്കിൽ വി ക്യാൻ സീ എ വിർച്വൽ ഇമേജ് ഓൺ ദിസ് സൈഡ്. ഓക്കെ, ഓൺ ദ സൈഡ് ഓഫ് ദ ലേസർ. ഇറ്റ് വിൽ ബി ലൈക്ക്, അതൊരു സസ്പെൻഡ് ചെയ്ത ഫോമിലാണ്, ഒരു ഡെപ്ത് ഉള്ള ഫോമിലാണ് ഉണ്ടാവുക. ഓക്കെ, ആൻഡ് ഇത് പല ആംഗിളിൽ ഇത് നമ്മൾ നോക്കുന്ന സമയത്ത് ഇതിൻ്റെ ഫുൾ ഇൻഫർമേഷൻ കിട്ടും. അതായത് ഒരു 3D ഇൻഫർമേഷൻ, 3D ഇമേജ് നമ്മൾ പല ആംഗിളിൽ, ഇവിടെ ഈ സൈഡിൽ നിന്ന് പല ആംഗിളിൽ നോക്കുന്ന സമയത്ത് ഒരു 3D ഇമേജ് ഇവിടെ കാണാൻ സാധിക്കും. ഓക്കെ, സോ ഇതിന് നമ്മൾ റെഫറൻസ് ബീം എന്ന് പറയുന്നത്, ഈ ലേസർ ബീമിന് റെഫറൻസ് ബീം എന്നല്ല പറയാം. റീകൺസ്ട്രക്ഷൻ പ്രോസസ്സിൽ ഉപയോഗിക്കുന്ന ലേസർ ആയതുകൊണ്ട് ഇതിനെ റീകൺസ്ട്രക്ഷൻ ലേസർ ബീം എന്ന് പറയാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഡിഫ്രാക്ഷൻ ഈ ഗ്രേറ്റിങ്ങിൽ തട്ടി, അതായത് ഹോളോഗ്രാമിൽ തട്ടി ഡിഫ്രാക്ഷൻ നടക്കുന്നു. ഡിഫ്രാക്ഷൻ നടന്നിട്ട് ഈ ലൈറ്റ് കൺവേർട്ട് ചെയ്തിട്ട് ഇറ്റ് ക്യാൻ ഫോം എ റിയൽ ഇമേജ് ഓൺ ദ ട്രാൻസ്മിഷൻ സൈഡ്. ഇപ്പോൾ ഡയറക്റ്റ് ഈ ലേസറിൻ്റെ അതേ ഡയറക്ഷനിൽ നമുക്ക് സീറോ ഓർഡർ, അവിടെ ഇൻഫർമേഷൻസ് ഒന്നും കിട്ടുന്നില്ല. കൺവേർട്ട് ചെയ്യുന്നത് ഒരു ഇമേജ് ഫോം ചെയ്യും. അതുപോലെ തന്നെ ഒരു വിർച്വൽ ഇമേജ് ഈ സൈഡിൽ നിന്ന് നോക്കുന്ന സമയത്ത് യു ക്യാൻ സീ എ വിർച്വൽ ഇമേജ് ഓഫ് ദിസ് ഒബ്ജെക്ട് ഹിയർ. ഓക്കെ, which acts like an image which is suspended. Okay, so in fact two-dimensional representation of the film appears to have a depth, thereby giving a feeling of 3D object. ഒരു ഡെപ്ത് ഉള്ളതുപോലെ ഫീൽ ചെയ്യുന്നതുകൊണ്ട് we can have a feeling of a 3D object. Now incident light, we get in the incident direction we get zero order, that is no information, because of the laser beam passed through the hologram only has amplitude variation but no information of the phase variation. Okay, അപ്പോൾ ഈ ഡയറക്ഷനിൽ ആംപ്ലിറ്റ്യൂഡ് വേരിയേഷൻ മാത്രമേ ഉള്ളൂ, ഫേസ് വേരിയേഷൻ ഇല്ലാത്തതുകൊണ്ട് ഇവിടെ ഇൻഫർമേഷൻസ് ഒന്നും കിട്ടുന്നില്ല. The hologram acts like a diffraction grating and secondary waves from the hologram interfere constructively in certain directions and destructively in certain other directions. They form a real image in front of the hologram. അപ്പോൾ ഇവിടെ വരുന്ന സെക്കൻഡറി വേവ്ലെറ്റ്സ് ഇവിടെ കൺസ്ട്രക്റ്റീവായിട്ടും ഡിസ്ട്രക്റ്റീവായിട്ടും പല പാർട്ടുകളായിട്ട് കൺസ്ട്രക്റ്റീവായിട്ടും ഡിസ്ട്രക്റ്റീവായിട്ട് ഇൻ്റർഫിയറൻസ് നടന്നിട്ട് ഈ ഹോളോഗ്രാമിൻ്റെ മുന്നിലൊരു റിയൽ ഇമേജ് ഫോം ചെയ്യും. ഓക്കെ, they form a real image in front of the and a virtual image behind the hologram. അങ്ങനെ ഹോളോഗ്രാമിൻ്റെ പുറകിൽ ഒരു വിർച്വൽ ഇമേജ് ഫോം ചെയ്യും.
at the original site of the object. Holography is two-stage process. നമ്മൾ പഠിച്ചു holography is a two-stage process. First process എന്ന് പറയുന്നത് hologram construct ചെയ്യുന്നു. Second process എന്ന് പറഞ്ഞാൽ hologram reconstruct, അത് ഒബ്ജക്റ്റിൻ്റെ ഇമേജ് റീകൺസ്ട്രക്ട് ചെയ്യുന്നു. ഓക്കെ, അല്ലെങ്കിൽ റീഡിങ് എ ഹോളോഗ്രാം. ഓക്കെ, first hologram is recorded in the form of interference pattern, and the second hologram acts like a diffraction grating for the reconstruction of the field. Image of the object is reconstructed from the hologram. ഇനി ഇത് പഠിക്കാനുള്ളത് ഹോളോഗ്രാഫിയുടെ തിയറിയാണ്. എങ്ങനെയാണ് ഇത് ഒബ്ജക്റ്റ് എംബഡ് ചെയ്യുന്നതും ഒബ്ജക്റ്റ് ഹോളോഗ്രാമിൽ എംബഡ് ചെയ്യുന്നതും അതുപോലെ തന്നെ ഹോളോഗ്രാമിൽ നിന്ന് എങ്ങനെയാണ് ഈ ഇമേജ് റീകൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുന്നതും അതിൻ്റെ തിയറിയാണ് ഡിസ്ക്രൈബ് ചെയ്യാൻ പോകുന്നത്. ഇപ്പം നോക്കാം, ഫീൽഡ് പ്രൊഡ്യൂസ് ഡ്യൂ ടു ഒബ്ജക്റ്റ് വേവ്. അതായത് നമ്മൾ ലേസർ ബീം ഒബ്ജക്റ്റിൽ തട്ടിയിട്ട് അവിടെ നിന്ന് സ്കാറ്റർ ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ സ്കാറ്റർ ചെയ്യുന്ന സമയത്ത് നമ്മളൊരു ഫോട്ടോഗ്രാഫിക് പ്ലേറ്റ് ഒരു പ്ലെയിനിലാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. ആ പ്ലെയിന് നമ്മൾ XY പ്ലെയിൻ ആയിട്ട് എടുക്കുകയാണെങ്കിൽ അവിടെ നിന്ന് വരുന്ന ഫീൽഡ്, ഒബ്ജക്റ്റിൽ നിന്ന് വരുന്ന ഈ സ്കാറ്റേർഡ് ലൈറ്റിൻ്റെ ഫീൽഡ്, അതിനെ നമ്മൾ ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്തു OXY എന്ന് പറഞ്ഞാൽ XY പ്ലെയിനിലായതുകൊണ്ട്. ഓക്കെ, എക്സിലും വേരിയേഷൻ ഉണ്ടാവും, വൈയിലും വേരിയേഷൻ ഉണ്ടാവും. ഓക്കെ, അതതിൻ്റെ O0XY, അത് അതിൻ്റെ ആംപ്ലിറ്റ്യൂഡായിട്ട് എടുക്കുക. ആംപ്ലിറ്റ്യൂഡ് വ്യത്യാസമുണ്ട്, XY പ്ലെയിൻ്റെ ഓരോ പോയിന്റിലും വ്യത്യാസം ഉണ്ടായിരിക്കും. ഇതിനെ ആംപ്ലിറ്റ്യൂഡായിട്ട് എടുക്കുക. e⁻⁵XY, 5 എന്നുള്ളത് അതിൻ്റെ ഫേസ് ആയിട്ട് എടുക്കുക. ഓക്കെ, അപ്പോൾ ഒരു ആംപ്ലിറ്റ്യൂഡ് ഉണ്ട്, ഒരു ഫേസും ഉണ്ട്. ഓക്കെ, രണ്ടും ആംപ്ലിറ്റ്യൂഡും ഫേസും XY പ്ലെയിനിൽ വേരി ചെയ്യും. ഓക്കെ, നൗ O0XY is the amplitude part and 5XY is the phase part. Okay, as I mentioned. Now the field due to the reference wave, അതായത് ലേസറിൽ ഒരു ഭാഗം ഒബ്ജക്റ്റ് വേവും ഒരു ഭാഗം റെഫറൻസ് വേവും. അപ്പോൾ റെഫറൻസ് വേവ്, അപ്പോൾ ഈ പാർട്ട് എന്ന് പറയുന്നത് റെക്കോർഡിങ്ങിൻ്റെ പ്രിൻസിപ്പിളാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നമ്മൾ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഒബ്ജക്റ്റ് വേവ് എടുത്തു, അതുപോലെ തന്നെ ഒരു റെഫറൻസ് വേവ്. ഇത് റെഫറൻസ് വേവ്. റെഫറൻസ് വേവ് പ്ലെയിൻ വേവ് ആണ്. അപ്പം അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് കോൺസ്റ്റൻ്റ് ആണ്, A എന്ന് കൊടുത്തു. അതുപോലെ അതിൻ്റെ ഫേസ് e⁻⁵XY, അതിൻ്റെ ഫേസ് ആണ് ψXY. ഓക്കെ, പ്ലെയിൻ വേവ് ഫ്രണ്ടിൻ്റെ ഫേസ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫോട്ടോഗ്രാഫിക് പ്ലേറ്റിലെത്തുന്ന രണ്ട് വേവ്സിൻ്റെ സമ്മ്, അതായത് ടോട്ടൽ വേവ് റീച്ചിങ് അറ്റ് എ ഫോട്ടോഗ്രാഫിക് പ്ലേറ്റ് ഓർ ദ ടോട്ടൽ ഫീഡ് പ്രൊഡ്യൂസ്ഡ് അറ്റ് ദ റെക്കോർഡിംഗ് മീഡിയം എന്ന് പറയുന്നത് ഇതിൻ്റെ രണ്ടിൻ്റെ സമ്മായിരിക്കും. ഓക്കെ, അപ്പോൾ O0XY e⁻⁵XY പ്ലസ് AE⁻⁵XY എന്ന് എഴുതി. ഓക്കെ, നൗ ഫോട്ടോഗ്രാഫിക് പ്ലേറ്റിൽ റെക്കോർഡ് ചെയ്യുന്നത് വരുന്ന ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റിയാണ്. ഓക്കെ, ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞാൽ ഈ വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡ് സ്ക്വയർ ആണ്. ഓക്കെ, അപ്പോൾ UX ഈ ഫീൽഡിൻ്റെ മോഡുലസ് സ്ക്വയർ എടുക്കണം. ഓക്കെ, ദാറ്റ് ഈസ് ദ ഇൻറ്റൻസിറ്റി ഓഫ് ദ കമ്പൈൻഡ് വേവ്. ഓക്കെ, so you take the modulus UXY whole square, modulus square എടുക്കുന്നത് എങ്ങനെയാണ്? UXY into, അതായത് മോഡുലസ് ഓഫ് A സ്ക്വയർ എന്ന് പറഞ്ഞാൽ A into A സ്റ്റാർ ആണ്. A സ്റ്റാർ എന്നുള്ളത് കോംപ്ലക്സ് കോൺജുഗേറ്റ്. ഓക്കെ, അപ്പോൾ UXY into U*XY എന്ന് എഴുതി. ഓക്കെ, അപ്പോൾ U എന്ന് പറഞ്ഞാൽ ഇതാണ്, അതിൻ്റെ സ്റ്റാർ എടുക്കുമ്പോൾ I ഇവിടെ ഇമാജിനറി നമ്പർ -I ആയിട്ട് മാറ്റണം. ഓക്കെ, O0 ഇപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന U സ്റ്റാർ ആണ്, ഇവിടെ -I ആയി, അതുപോലെ തന്നെ ഇവിടെ -I⁻⁵XY എന്നായിരിക്കും. ഓക്കെ, ഇനി ഇത് മൾട്ടിപ്ലൈ ചെയ്യണം. മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് രണ്ട് ടേം മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് e⁻⁵യും e⁻⁵ ക്യാൻസൽ ചെയ്ത് പോയി, ബാക്കി O0²XY എന്ന് വരും. ഓക്കെ, അതുപോലെ തന്നെ ഈ അവസാനത്തെ രണ്ട് ടേം മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴും വിരിക്കട്ട് A² എന്ന് കിട്ടും. ഈ രണ്ട് I⁻⁵യും -I⁻⁵ ക്യാൻസൽ ചെയ്ത് പോയി. ഓക്കെ, നൗ ക്രോസ് ടേംസ് എടുക്കുക, അതായത് O0A എന്നിട്ട് ഇതിനെ നമ്മൾ കോമൺ ആയിട്ട് എഴുതി, എക്സ്പോണൻഷ്യൽ എഴുതി e⁻⁵ ഇവിടെ I കോമൺ ആയിട്ട് എടുക്കുക, -I⁻⁵XY എന്ന് എഴുതി. ഓക്കെ, അതുപോലെ ഈ ക്രോസ് ടേം എടുക്കുക, A into O0XY A into e⁻⁻I, ഇവിടെ +I ഉണ്ട്, അപ്പോൾ ഇവിടെ ഒരു മൈനസ് ഉണ്ട്, അപ്പോൾ -I കോമൺ എടുക്കുക. ഓക്കെ, ഈ ഇക്വേഷനിൽ എന്താണ് നമുക്ക് മനസ്സിലാവുന്നത് നോക്കാം. എന്നിട്ട്
ഫസ്റ്റ് രണ്ട് ടേംസ് കോൺസ്റ്റൻ്റ് ആണ്. ഓക്കെ, യു ക്യാൻ റെക്കോർഡ് ദ ഇൻറ്റൻസിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആസ് ദ ഫേസ് ഓഫ് ഒബ്ജക്റ്റ് വേവ് ഫൈ. അപ്പോൾ ഈ ഇൻറ്റൻസിറ്റിയിൽ നമുക്ക് എന്താണുള്ളത്? 5xy എന്നുള്ള ടേം ഉണ്ട്. 5xy എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റിൻ്റെ ഫേസ് ഇൻഫർമേഷനാണ്. അപ്പോൾ അതാണ് പറയുന്നത്, ആംപ്ലിറ്റ്യൂഡ് മാത്രമല്ല, ഹോളോഗ്രാമിലെ ആംപ്ലിറ്റ്യൂഡ് മാത്രമല്ല, ഫേസും റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഒരു ഹോളോഗ്രാം കൺസ്ട്രക്ട് ചെയ്യുന്നത്. അപ്പം ഹോളോഗ്രാമിൽ പതിച്ചിട്ടുള്ള ഇൻറ്റൻസിറ്റിയുടെ ടേംസ് എടുത്ത് നോക്കുകയാണെങ്കിൽ യു ക്യാൻ ഹാവ് ദ ഇൻഫർമേഷൻ അബൌട്ട് ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദി ഒബ്ജക്റ്റ് ആസ് വെൽ ആസ് ഫേസ് ഇൻഫർമേഷൻ ഓഫ് ദ ഒബ്ജക്റ്റ് വേവ്. ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ O0xy ഇവിടെ വരുന്നുണ്ട്, അതുപോലെ ഫേസ് ഇൻഫർമേഷൻ ഇവിടെ വരുന്നുണ്ട്. അങ്ങനെ ഒരു ഹോളോഗ്രാം കൺസ്ട്രക്ട് ചെയ്യുന്നു. ഇനി ഈ ഹോളോഗ്രാമിൽ നിന്ന്, അപ്പോൾ ഇത് ആണ് നമ്മുടെ ഹോളോഗ്രാമിൽ നിന്ന് ഒബ്ജക്റ്റിൻ്റെ ഇൻഫർമേഷൻ, ഒബ്ജക്റ്റ് വേവ് എങ്ങനെ റീകൺസ്ട്രക്ട് ചെയ്യും. ഓക്കെ, ദ ടെക്നിക് ബൈ വിച്ച് വൺ റീപ്രൊഡ്യൂസസ് ദ ഇമേജ് ഈസ് കോൾഡ് റീകൺസ്ട്രക്ഷൻ. അപ്പോൾ റീകൺസ്ട്രക്ഷൻ പ്രോസസ്സ് നമ്മൾ പറഞ്ഞു. ഡ്യൂറിങ് റീകൺസ്ട്രക്ഷൻ പ്രോസസ് ഹോളോഗ്രാം ഈസ് ഇലുമിനേറ്റഡ് ബൈ എ റീകൺസ്ട്രക്ഷൻ വേവ്. ഒരു ലേസർ വെച്ചിട്ട് ഇലുമിനേറ്റ് ചെയ്യും. സിമിലർ ടു ദാറ്റ് എ കൊഹറൻറ്റ് റെഫറൻസ് വേവ് യൂസ്ഡ് ഫോർ റെക്കോർഡിംഗ് ഓഫ് ഹോളോഗ്രാം. ഹോളോഗ്രാം റെക്കോർഡ് ചെയ്യാൻ ഉപയോഗിച്ച പോലെ തന്നെ ഒരു ലേസർ വെച്ചിട്ട് ഇലുമിനേറ്റ് ചെയ്യും. When a hologram is illuminated, various components will be emerged, including the object wave. അങ്ങനെ ഇലുമിനേറ്റ് ചെയ്യുന്ന സമയത്ത് ഒബ്ജക്റ്റ് വേവ് എമർജ് ചെയ്യും. When the exposed recording media is developed, one gets a transparency with a certain transmittance. അത് റെക്കോർഡിംഗ് മീഡിയം ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് വിൽ ഗെറ്റ് ട്രാൻസ്പെറൻസി വിത്ത് സർട്ടൻ ട്രാൻസ്മിറ്റൻസ്, ഒരു ട്രാൻസ്മിറ്റൻസ് ഉണ്ടാവും. അണ്ടർ പ്രോപ്പർ കണ്ടീഷൻ ദ ആംപ്ലിറ്റ്യൂഡ് ട്രാൻസ്മിറ്റൻസ് ഓഫ് ദ ഹോളോഗ്രാം, അതായത് ഹോളോഗ്രാമിൽ നിന്ന് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് ക്യാൻ ബി മെയ്ഡ് ടു ബി ലീനിയർലി പ്രൊപ്പോർഷണൽ ടു ദ ഇൻറ്റൻസിറ്റി. അതായത് ഹോളോഗ്രാമിലൂടെ റീകൺസ്ട്രക്ഷൻ നടക്കുന്ന സമയത്ത് ലേസർ ഹോളോഗ്രാമിൽ വന്ന് വീഴുന്നു, അവിടെ ഡിഫ്രാക്ഷൻ നടക്കുന്നുണ്ട് അല്ല, ഹോളോഗ്രാമിലൂടെ വന്ന് പുറത്തോട്ട് വരുന്ന സെക്കൻഡറി വേവ്സ് ഇൻ്റർഫിയർ ചെയ്തിട്ട് ആണ് ഇമേജ് ഫോം ചെയ്യുന്നത്. അപ്പം ഈ ഹോളോഗ്രാമിലൂടെ കടന്നു പോകുന്ന ലൈറ്റിൻ്റെ എമൗണ്ട്, അതായത് ലേസറിൻ്റെ എമൗണ്ട്, സെക്കൻഡറി വേവ്സ് എമർജ് ചെയ്യുന്ന എമൗണ്ടിനെ പറയുന്ന പേരാണ്, എത്ര ശതമാനത്തോളം എമർജ് ചെയ്യുന്നുള്ളതാണ് ട്രാൻസ്മിറ്റൻസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ട്രാൻസ്മിറ്റൻസ് ഇൻറ്റൻസിറ്റി ആയിട്ട്, അതായത് ഇത് ഐ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇൻസിഡൻറ്റ് ഇൻറ്റൻസിറ്റിയാണ്. അപ്പോൾ അതിന് പ്രൊപ്പോർഷണലായിട്ട് മാറ്റാൻ സാധിക്കും. അതിന് ചില കണ്ടീഷൻസ് പാരാമീറ്റേഴ്സ് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ട്രാൻസ്മിറ്റൻസ് ക്യാൻ ബി മെയ്ഡ് പ്രൊപ്പോർഷണൽ ടു ദ ഇൻറ്റൻസിറ്റി ആക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇഫ് ദ ട്രാൻസ്പെറൻസി ഈസ് ഇലുമിനേറ്റഡ് വിത്ത് എ റീകൺസ്ട്രക്ഷൻ വേവ്. അപ്പോൾ ട്രാൻസ്പെറൻസി എന്ന് പറയുന്നത് റെഫറൻസ് വേവായിട്ട് റീകൺസ്ട്രക്ഷൻ വേവ് ആയിട്ട് ഇലുമിനേറ്റ് ചെയ്യുകയാണെങ്കിൽ, റീകൺസ്ട്രക്ഷൻ വേവ് എന്ന് പറഞ്ഞാൽ പ്ലെയിൻ വേവ് ആണ്, Ae⁻⁴ വെച്ചിട്ട് ഇലുമിനേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ TXY എന്ന് പറഞ്ഞാൽ എന്ത്, ദാറ്റ് ഈസ് ഈക്വൽ ടു IXY. അപ്പോൾ IXY ഇതാണ്, അതിൻ്റെ കൂടെ നമ്മൾ എന്ത് എഴുതാം, TXY എന്നും കൂടെ എഴുതാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റത്തെ രണ്ട് ടേമാണിത്, അതായത് ഈ രണ്ട് ടേം അതിനോട് കൂടി ഇത് ചേർക്കണം, Ae⁻⁴ അതാണ് ഫസ്റ്റ് ടേമായിട്ട് എഴുതിയിരിക്കുന്നത്. അടുത്ത ടേമായിട്ട് എഴുതിയിരിക്കുന്നത് ഇതിൻ്റെ കൂടെ Ae⁻⁴ ചേർക്കണം. ഓക്കെ, സോ വിൽ ഗെറ്റ് O0xy A² എന്ന് വരാൻ കാര്യം ഇവിടെ എന്താ, ഇവിടെ ഒരു A ഓൾറെഡി ഉണ്ട്. ഓക്കെ, A²e⁻⁴ പ്ലസ് ആണ് കൊടുക്കേണ്ടത് അല്ലേ. അപ്പോൾ ഇത് ഈ സൈയും മൈനസ് സൈയും ക്യാൻസൽ ചെയ്ത് പോയി, ബാക്കി ഗെറ്റ് e⁻⁴xy എന്ന് കിട്ടും. ഓക്കെ, ഇനി അടുത്ത ടേമിൽ എന്തുണ്ട്, O0xy A ഉണ്ട്. ഓക്കെ, -ψ ആണുള്ളത്, അപ്പോൾ 2ψ എന്ന് വരും ഇവിടെ അല്ല. A² ഒരു A ഓൾറെഡി ഉണ്ട്, പിന്നെയുള്ള ഈ A കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. A² O0xy e⁻⁻⁴xy -2ψxy. ഓക്കെ, അപ്പോൾ ഇനി ഈ ഇക്വേഷനിൽ ഈ ടേംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ടേം എന്താണ്, ഇത് റെഫറൻസ് വേവ് ഇറ്റ് സെൽഫാണ്.
അല്ലേ? അതിന് അവിടെ ഒരു കോൺസ്റ്റന്റ് ഫാക്ടർ ഉണ്ട്. ഇതൊക്കെ ആംപ്ലിറ്റ്യൂഡ് ആയതുകൊണ്ട് ഇതൊരു ജസ്റ്റ് എ നമ്പറാണ്, നമ്പർ വിച്ച് വേരീസ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആൻഡ് വൈ അല്ലേ? അപ്പോൾ വേവിൻ്റെ പാർട്ട് നോക്കുകയാണെങ്കിൽ ഇതാണ് വേവിൻ്റെ പാർട്ട്. ഓക്കെ, സോ ദ ഫസ്റ്റ് ടേം represents the reconstruction wave itself, but modulated in amplitude. അതിൻ്റെ ആംപ്ലിറ്റ്യൂഡിൽ മോഡുലേറ്റ് ചെയ്യുന്ന രീതിയിലാണ്. ഓക്കെ, സെക്കൻഡ് ടേം എടുത്ത് നോക്കുകയാണെങ്കിൽ റെപ്രസെൻറ്റ്സ് ദ ഒറിജിനൽ വേവ് അല്ലേ? ഒറിജിനൽ ഒബ്ജക്റ്റ് വേവ് ആണ്. കാര്യം ഒബ്ജക്റ്റ് വേവ് ആണെന്ന് പറയാൻ കാര്യം എന്താ? O0xy ഇൻറ്റു e⁵xy എന്നുള്ളത് ഒബ്ജക്റ്റ് വേവ് ആണ്. ഈ A² ഒഴിവാക്കി കഴിഞ്ഞാൽ A² എന്ന് പറഞ്ഞാൽ ഒരു കോൺസ്റ്റന്റ് ഫാക്ടറാണ്, നമുക്കത് ഒഴിവാക്കാം. ഓക്കെ, സോ ദ സെക്കൻഡ് ടേം റെപ്രസെൻറ്റ്സ് ദ ഒറിജിനൽ ഒബ്ജക്റ്റ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഇലിമിനേറ്റ് ചെയ്ത സമയത്ത് യു ഗെറ്റ് ഇൻഫർമേഷൻ അബൌട്ട് ദ ഒബ്ജക്റ്റ് വേവ്. എൻറ്റയർ ഒബ്ജക്റ്റ് വേവിനെ പറ്റിയുള്ള ഇൻഫർമേഷൻസ് നമുക്ക് കിട്ടി. അങ്ങനെയാണ് ഒബ്ജക്റ്റിൻ്റെ ഷേപ്പ് നമുക്ക് റീകൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, ഇനി തേർഡ് ടേം എന്ന് പറഞ്ഞാൽ എന്താണ്? തേർഡ് ടേം എന്ന് പറഞ്ഞാൽ O0xy e⁻ixy. ഇതിൻ്റെ കൂടെ ഒരു ഫേസ് ഫാക്ടർ ഉണ്ട്, പക്ഷേ ഇതിൻ്റെ കോംപ്ലക്സ് കോൺജുഗേറ്റ് ആയിട്ടാണ് വരുന്നത്. ഓക്കെ, represents the complex conjugate of the object wave. Okay, so the output contains the information about the object wave as well as reference wave inde informations ഉണ്ട്. പക്ഷേ ഇത് നമുക്ക് ഇതിൻ്റെ എക്സ്പെരിമെൻ്റൽ സെറ്റപ്പിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഈ 3 കമ്പോണൻസ് സ്പെഷ്യലി സെപ്പറേറ്റ് ചെയ്യാൻ സാധിക്കും. അതായത് സ്പെഷ്യലി സെപ്പറേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ നമുക്ക് ഒബ്ജക്റ്റിൻ്റെ ഇൻഫർമേഷൻസ് മാത്രമായിട്ട് എടുക്കാൻ സാധിക്കും. ഓക്കെ, ഇനി ഒന്നുകൂടി റിവൈസ് ചെയ്യുകയാണെങ്കിൽ നമ്മളൊരു ഒബ്ജക്റ്റ് വേവും റെഫറൻസ് വേവും വെച്ചിട്ട് ടോട്ടൽ വേവ്, അതായത് ഹോളോഗ്രാം കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ടോട്ടൽ വേവ് ഫോട്ടോഗ്രാഫിക് പ്ലേറ്റിൽ വന്നു വീഴുന്ന വേവ് എഴുതി. ഫോട്ടോഗ്രാഫിക് പ്ലേറ്റിൽ ഇൻറ്റൻസിറ്റിയാണ് റെക്കോർഡ് ചെയ്യുന്നത്, അതുകൊണ്ട് അതിൻ്റെ ഇൻറ്റൻസിറ്റി കണ്ടുപിടിച്ചു, ഇൻറ്റൻസിറ്റിയുടെ ഇക്വേഷൻ എഴുതി. ഇതായിരിക്കും ഹോളോഗ്രാമിൽ റെക്കോർഡ് ചെയ്യപ്പെടുന്ന ഇൻ്റർഫറൻസ് പാറ്റേണിൻ്റെ ഇൻറ്റൻസിറ്റി ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, പിന്നീട് പറഞ്ഞത് റീകൺസ്ട്രക്ട് ചെയ്യാൻ വേണമെങ്കിൽ നമുക്കൊരു ലേസർ വെച്ച് ഇലുമിനേറ്റ് ചെയ്യും. അപ്പം ഹോളോഗ്രാമിൻ്റെ ട്രാൻസ്പെറൻസി അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇൻറ്റൻസിറ്റിക്ക് പ്രൊപ്പോർഷണലാക്കാം. അപ്പം ട്രാൻസ്പെറൻസി എന്നുള്ള ആ ഫാക്ടർ ഒരു റെഫറൻസ് വേവായിട്ട്, റീകൺസ്ട്രക്ഷൻ വേവായിട്ട് നമ്മൾ ഇലുമിനേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന പാറ്റേണിൽ ഒബ്ജക്റ്റ് വേവിൻ്റെ ഇൻഫോർമേഷൻസ് ഉണ്ട്. അത് എക്സ്പെരിമെൻ്റൽ സെറ്റപ്പ് അറേഞ്ച് ചെയ്തിട്ട് ഇതിൻ്റെ ഈ 3 കമ്പോണൻസ് സ്പെഷ്യലി സെപ്പറേറ്റ് ചെയ്യാം. സോ യു ക്യാൻ സ്റ്റഡി, വി വിൽ ഗെറ്റ് ദ ഇൻഫർമേഷൻ അബൌട്ട് ദ ഒബ്ജക്റ്റ് വേവ് ഓർ ദ ഒബ്ജക്റ്റ് എംബഡഡ് ഇൻ ദ ഹോളോഗ്രാം. ഓക്കെ, അടുത്തതായി നമുക്ക് ഹോളോഗ്രാഫിക് ടെക്നിക്കിൻ്റെ റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണ്? അതൊരു ഒബ്ജക്റ്റിൻ്റെ ഹോളോഗ്രാം കൺസ്ട്രക്ട് ചെയ്ത ഹോളോഗ്രാമിൽ നിന്ന് ഒബ്ജക്റ്റിൻ്റെ ഇമേജ് റീകൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി ഉള്ള പ്രോസസ്സിൽ വേണ്ട അടിസ്ഥാനപരമായിട്ടുള്ള റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണെന്നാണ് പറയാൻ പോകുന്നത്. ഹോളോഗ്രാഫി എന്ന് പറഞ്ഞാൽ ഒരു ഇൻ്റർഫറൻസ് ഫിനോമിനനാണ്, അല്ലെങ്കിൽ ഇൻ്റർഫറൻസ് ഫിനോമിനൻ വഴി വർക്ക് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. അതുകൊണ്ട് തന്നെ we need a good coherent source to construct the hologram as well as to reconstruct the hologram. അതുപോലെ തന്നെ ഒരു സ്റ്റേബിൾ ഇമേജ് ഇൻ്റർഫറൻസ് ഫ്രിഞ്ചസ് ഫോം ചെയ്യണമെങ്കിൽ ഫോട്ടോഗ്രാഫിക് പ്ലേറ്റിൽ സ്റ്റേബിളായിട്ട് ഇൻ്റർഫറൻസ് ഫ്രിഞ്ചസ് ഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ ദ മാക്സിമം പാത്ത് ഡിഫറൻസ് മസ്റ്റ് ബി between object wave and the reference wave should not exceed the coherence length. Coherence ലെങ്ത്തിനെക്കാട്ടിലും കുറവായിരിക്കണം ഈ പാത്ത് ഡിഫറൻസ് എന്ന് പറയുന്നത്. ഒബ്ജക്റ്റ് വേവും അതുപോലെ തന്നെ റെഫറൻസ് വേവും തമ്മിലുള്ള പാത്ത് ഡിഫറൻസ്. പിന്നീട് സ്പേഷ്യൽ കൊഹറൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്പേഷ്യൽ കൊഹറൻസ് എന്ന് പറഞ്ഞാൽ അതായത് ഒബ്ജക്റ്റ് വേവിൻ്റെ പല പാർട്ടുകളിൽ നിന്ന് വരുന്ന ലൈറ്റ്, സ്കാറ്റേർഡ് ലൈറ്റ്, that should be able to interfere with the reference beam. അതുപോലെ ആയിരിക്കണം അറേഞ്ച്മെൻറ്റ്. ഇനി അതുപോലെ തന്നെ റീകൺസ്ട്രക്ഷൻ പ്രോസസ്സിൽ the reconstructed image coordinate depends both on the wavelength as well as position of the reconstructing source. Hence, good resolution of the reconstructed image, for a good resolution of the reconstructed image, the source must not be broad, must be emitting narrow band of wavelength.
സോഴ്സ് എന്നുള്ളത് ഹൈലി കൊഹറൻ്റ് ആയിട്ടുള്ള ഒരു സോഴ്സ് ആയിരിക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പം ബിക്കോസ് സ്പേഷ്യൽ റെസൊല്യൂഷൻ, അതായത് പിക്സൽ എന്നൊക്കെ പറയുന്ന പോലെ തന്നെ സ്പേഷ്യൽ റെസൊല്യൂഷൻ കൂടണമെങ്കിൽ, അതായത് ക്ലിയർ ഇമേജ് കിട്ടണമെന്നുണ്ടെങ്കിൽ വി നീഡ് എ ഗുഡ് സോഴ്സ് എമിറ്റിംഗ് നാരോ ബാൻഡ് ഓഫ് വേവ് ലെങ്ത്. വേവ് ലെങ്ത്തിലുള്ള ചേഞ്ച് ലേസർ ഒരു സ്പെസിഫിക് വേവ് ലെങ്ത്തിലുള്ള ലേസർ തന്നെ ഉപയോഗിക്കണം, അല്ലെങ്കിൽ അതിൻ്റെ ലൈൻ വിഡ്ത്ത് വളരെ ചെറുതായിരിക്കണം. ഓക്കെ, if the reconstruction source is of the same wavelength and is situated at the same relative position with respect to the hologram as the reference source, then the reconstructed image does not suffer any aberration. അതായത് റീകൺസ്ട്രക്ഷൻ പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത് നമ്മൾ വെക്കുന്ന ലേസറിൻ്റെ പൊസിഷൻ that should be same as that of the laser which is used for the കൺസ്ട്രക്ഷൻ ഓഫ് ഹോളോഗ്രാം കൺസ്ട്രക്ഷൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്ത അതേ പൊസിഷനിൽ തന്നെ റീകൺസ്ട്രക്ഷന് വേണ്ടിയിട്ടുള്ള ലേസറും വെക്കണം. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ദ റീകൺസ്ട്രക്റ്റഡ് ഇമേജ് ഡസ് നോട്ട് സഫർ എനി അബറേഷൻ. അബറേഷൻ എന്ന് പറഞ്ഞാൽ അതിൽ ഉണ്ടാവുന്ന വ്യതിയാനങ്ങളാണ്, അതായത് ഇമേജ് കൺസ്ട്രക്ട് ചെയ്യുന്ന ഇമേജിൽ ഉണ്ടാവുന്ന ഡിസ്റ്റോർഷൻസ് കുറവായിരിക്കും. ഓക്കെ, സ്റ്റെബിലിറ്റി ഓഫ് ദ റെക്കോർഡിംഗ് അറേഞ്ച്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന ലേസർ, അതുപോലെ മിറർ, ബീം സ്പ്ലിറ്ററൊക്കെ മോഷൻലെസ് ആയിരിക്കണം, അധികം ഷേക്കിംഗ് ഒന്നുമില്ലാത്ത ഒരു പ്ലാറ്റ്ഫോമിലായിരിക്കണം ഉപയോഗിക്കേണ്ടത്. ദ ഫിലിം, ഒബ്ജക്റ്റ് ആൻഡ് മിറേഴ്സ് used in the producing the reference beam must be motionless with respect to one another during the exposure. The resolution of the film is also very important while making the hologram. ഫിലിമിൻ്റെ റെസൊല്യൂഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇതും ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ആർ ദ റിക്വയർമെൻറ്റ്സ് ഓഫ് എ ഹോളോഗ്രാം. അപ്പം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2-3 റിക്വയർമെൻറ്റ്സ് പഠിച്ചു വയ്ക്കുക. ഒന്ന് നമുക്ക് നല്ലൊരു കൊഹറൻറ്റ് സോഴ്സ് ആവശ്യമാണ് ഫോർ ദ കൺസ്ട്രക്ഷൻ ഓഫ് ഹോളോഗ്രാം. മറ്റൊന്ന്, നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങളെല്ലാം മോഷൻലെസ് ആയിരിക്കണം. അതായത് ഫിലിം, മിറർ, അതെല്ലാം മോഷൻലെസ് ആയിരിക്കണം, സ്റ്റേബിൾ ആയിട്ടുള്ള ഇൻ്റർഫറൻസ് പാറ്റേൺ ഫോം ചെയ്യണമെങ്കിൽ. മറ്റൊന്ന്, റെസൊല്യൂഷൻ ഓഫ് ഫിലിമിൻ്റെ റെസൊല്യൂഷൻ, ഫോട്ടോഗ്രാഫിക് പ്ലേറ്റിൻ്റെ റെസൊല്യൂഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ സ്പേഷ്യൽ റെസൊല്യൂഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്പേഷ്യൽ റെസൊല്യൂഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഒബ്ജക്റ്റിൻ്റെ പല പാർട്ടുകളിൽ നിന്നുള്ള വേവുകൾ റെഫറൻസ് ബീമായിട്ട് ഇൻ്റർഫിയർ ചെയ്യാൻ വേണ്ട അറേഞ്ച്മെൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ റീകൺസ്ട്രക്ഷന് ഉപയോഗിക്കുന്ന ലേസറും അതുപോലെ കൺസ്ട്രക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ലേസറും ഒരേ പൊസിഷനിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ. ആ സമയത്ത് അബറേഷൻസ് കുറവായിരിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഠിച്ചു വയ്ക്കാം. ഇനി നെക്സ്റ്റ് വി മൂവ് ഓൺ ടു ദ ആപ്ലിക്കേഷൻസ് ഓഫ് ഹോളോഗ്രാഫി. അതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഹോളോഗ്രാഫിക് ഡാറ്റ സ്റ്റോറേജ്. ഞാൻ പറഞ്ഞു, ഒരു ഹോളോഗ്രാമിൽ ഒത്തിരി ഒബ്ജക്റ്റിൻ്റെ ഇൻഫർമേഷൻസ് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം. സോ ഇറ്റ് ക്യാൻ ബി യൂസ് ടു സ്റ്റോർ എ ലാർജ് വോളിയം ഓഫ് ഡിജിറ്റൽ ഡാറ്റ ഇൻ ദ ഫോം ഓഫ് ഒപ്റ്റിക്കൽ മെമ്മറി. പിന്നെ അതുപോലെ തന്നെ ഹോളോഗ്രാഫിക് ഡിഫ്രാക്ഷൻ ഗ്രേറ്റിംഗ് ആയിട്ട് യൂസ് ചെയ്യാം. ദ ഹോളോഗ്രാഫിക് ഗ്രേറ്റിംഗ്സ് ആർ ഒബ്റ്റൈൻഡ് ബൈ ഇൻ്റർഫറൻസ് ഓഫ് 2 laser beams, each one with a plane wave fronts on a hologram. This method produces ruling much more uniformly than one made by ruling engine on a conventional grating. So, diffraction grating, holographic diffraction grating ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഹോളോഗ്രാഫി യൂസ് ചെയ്യാം. ഓക്കെ, മറ്റൊന്ന് അക്കോസ്റ്റിക് ഹോളോഗ്രാഫി, യൂസ്ഫുൾ ഇൻ മെഡിക്കൽ ഡയഗ്നോസിസ്, മെറ്റലർജി ആൻഡ് അണ്ടർ വാട്ടർ സ്റ്റഡീസ് ടു ജനറേറ്റ് 3-dimensional ഇമേജ് ഓഫ് ദ ഇന്റേണൽ പിക്ചേഴ്സ്. അതുപോലെ ഇന്റേണൽ പിക്ചേഴ്സ് സൗണ്ടിൻ്റെ വെച്ചിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇമേജസ് ആണ് അക്വാസ്റ്റിക് ഇമേജസ്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് അക്വാസ്റ്റിക് ഹോളോഗ്രാഫി ചെയ്യാം. ഓക്കെ, Now holographic microscopy ഉണ്ട്. It produces 3-dimensional image of objects viewed through microscope. മൈക്രോസ്കോപ്പിലൂടെ നോക്കുന്ന ഒബ്ജക്ട്സിൻ്റെ 3-dimensional image ഉണ്ടാക്കാം.
അതുപോലെ തന്നെ മെഡിക്കൽ ആപ്ലിക്കേഷൻസ്, ഇൻറ്റേർണൽ ഓർഗൻസിൻ്റെ ഒക്കെ 3 ഡയമെൻഷൻ ഇമേജ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. പിന്നെ ജനറൽ ആപ്ലിക്കേഷൻ യൂസ് ടു അവോയ്ഡ് കൗണ്ടർ ഫീറ്റിംഗ് ഓഫ് ഒറിജിനൽ ലൈക്ക് ക്രെഡിറ്റ് കാർഡ്സ്, ബുക്സ്. നമ്മൾ ഈ ബുക്സിൻ്റെ കൂടെയൊക്കെ നമ്മളൊരു ഹോളോഗ്രാം വെക്കാറുണ്ട്. അപ്പോൾ ഓരോ കമ്പനിക്കും അവരുടേതായിട്ടൊരു ട്രേഡ് മാർക്കായിട്ടുള്ള ഹോളോഗ്രാംസ് വെക്കാം. അത് വെച്ചിട്ട് നമ്മൾ പല ബുക്സിൻ്റെ ഒക്കെ ഹോളോഗ്രാം ഒട്ടിച്ച് വെച്ചതായിട്ട് കണ്ടിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ അത് ഒറിജിനൽ ഏതാണെന്നും ഫേക്ക് ഏതാണെന്നും മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഒരു ഹോളോഗ്രാം യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, ഇത്രയാണ് നമ്മൾ ഹോളോഗ്രാഫി എന്നുള്ള മൊഡ്യൂളിൽ. ഇത് വീഡിയോ കണ്ടു കഴിഞ്ഞതിന് ശേഷം എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഏതെങ്കിലും പോർഷൻസ് റിപ്പീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി പറയാം. We will repeat it. Okay, thank you.